ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സിയോ ടെക് ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നല്ല ഒരു 6 ഡേ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ലഡാക്കിലേക്കാണ്. ലഡാക്കിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നല്ല കുന്നും മലകളോ പറ്റുമോ ലോകത്തിലെ ഏറ്റവും വലിയ ഹയസ്റ്റ് മോട്ടോർ വേ അറിയപ്പെടുന്ന ലേയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. എൻ്റെ ബാക്കിലുള്ളത് ഇത് കാണുന്നുണ്ടല്ലോ ആപ്രിക്കോട്ട്, പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്നുണ്ടല്ലോ ഗ്രീൻ ആപ്പിൾ. ഇത് ഇനി ഫൈനലി ഗ്രീൻ ആവോ നോർമലി റെഡ് ആവോ എന്നറിയില്ല കേട്ടോ. ഇതാണ് നമ്മൾ പറിക്കാൻ നിൽക്കുന്നില്ല. ഈ കാണുന്നുണ്ടല്ലോ ഇത് ഗ്രീൻ ആപ്പിൾ. എനിക്ക് കൊണ്ടിത് ഫുള്ളായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ സീസണാണ്, ആപ്പിളിൻ്റെയും അതിൻ്റെയൊക്കെ സീസണാണ് ഇപ്പോൾ ലഡാക്കിലുള്ളത്. സമ്മർ സീസണ് ഓഗസ്റ്റ് 11 ആണെന്ന്. ലഡാക്കിലേക്ക് ഒരു പ്രാവശ്യം വന്ന് കാണാനുള്ള സ്ഥലമുണ്ട്. നോർത്തിലേക്ക് എന്നല്ല, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ലഡാക്കിൽ വരുന്നത്. നോർത്തിലേക്ക് വരുന്നത് ഡൽഹി വരെ ആദ്യമായിട്ടാണ് വരുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരുപാട് അറിവില്ലായ്മ ഉണ്ടാവും. എന്തായാലും യാത്രയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ തികച്ചും യൂസ്ഫുൾ ആയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏജാണ് യാത്രയെ കുറേ തടസ്സപ്പെടുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഏകദേശം പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പോകില്ല. പിന്നെ ബഡ്ജറ്റ് ഉണ്ടായിട്ട് നമ്മുടെ യാത്ര ഒരിക്കലും നടക്കില്ല. ഇതിന് വേണ്ടിയിട്ട് ഫണ്ടൊന്നും കണ്ടെത്തിയിട്ട് യാത്ര ഒന്നും നടക്കില്ല. ഉള്ള ഫണ്ടിന് ആണ് പോവുക. അപ്പോൾ ഈ വന്നിട്ടുള്ള ഈ ഒരു ട്രാവൽ പാക്കേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളത്തുള്ള മാഹീൻ്റെ കെയർ ഓഫിലാണ്. അപ്പോൾ നമ്മൾ ഓരോ ബൈക്ക് എടുത്തിട്ടായിരിക്കും ഇവിടുത്തെ യാത്ര. ഹിമാലയൻ 411 ലഡാക്കിൻ്റെ ബൈക്കുകളാണ് നമുക്ക് തരിക. അങ്ങനെ ഓരോ സ്ഥലത്തു നിന്നുള്ള ഓരോ ഫ്രണ്ട്സാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഫ്രണ്ട് ഷെഫീഖ് റൂമിലുണ്ട്. താങ്കളുടെ പേരെന്ന് പറഞ്ഞുകൂടോ? പേര് ദിലീപൻ, പാലക്കാട് അല്ലേ? അപ്പോൾ നമ്മളെ ഗ്രൂപ്പിലാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ സ്റ്റാർട്ടിങ് ഡേ ആണ്. ലേനെ പറ്റി നമുക്ക് ആർക്കും കൂടുതലൊന്നും ഇല്ല. നമ്മൾ കൂടുതൽ ട്രാവൽ ചെയ്യുന്നുണ്ടെന്നല്ല, ലേനെ പറ്റി കൂടുതലൊന്നും അറിയില്ല. ഫസ്റ്റ് അവർ പറഞ്ഞത് ലേ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യുക, പുറമേ നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിലൊക്കെ വന്ന് ആ മാർക്കറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുക, ബൈക്കുകളൊക്കെ പരിചയപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ ഇതൊരു സ്തൂപുണ്ട് കാണാൻ, അതൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത്. ആ കാണുന്ന ഭാഗത്ത് കാണുന്നുണ്ടല്ലോ ഐസായിട്ടുള്ള മല, ഏറ്റവും ഹൈ ആയിട്ടുള്ള ടോപ്പായിട്ടുള്ളത് കാണുന്നുണ്ടല്ലോ, ഐസ് മൂടി കിടക്കുന്നത്. അപ്പോൾ ലാൻഡ് ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമ്മറാണ്, അതായത് സീസണാണ്. ഇപ്പോൾ അധികം തണുപ്പില്ല, നല്ലൊരു ക്ലൈമറ്റ്. എന്തായാലും നമ്മൾ കരുതി വെക്കേണ്ട കുറേ ഗാഡ്ജറ്റും അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കരുതിയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈ സ്കിന്നാണ്, പെട്ടെന്ന് നമ്മളെ ചുണ്ടും കാര്യങ്ങളൊക്കെ പൊട്ടും. എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്, 6 ഡേ ആണ് നമ്മുടെ ലേൻ്റെ പാക്കേജ് വരുന്നത്. ഇവിടെ നമ്മൾ ഓരോ ദിവസവും രാവിലെ എണീറ്റ് എക്സ്പ്ലോർ ചെയ്ത് ലേ കവർ ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ 6 ദിവസത്തെ പാക്കേജ് കഴിഞ്ഞാൽ കാശ്മീർ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ യാത്രയെ സ്നേഹിക്കുന്നവർക്ക് ഈ വീഡിയോ എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിരിക്കും. സേവ് ചെയ്ത് വെച്ചോളൂ. ഇതിൻ്റെ ഫുൾ റീൽസും കാര്യങ്ങളും നമ്മുടെ ഇൻസ്റ്റാ പേജിൽ, സിയോ ടെക് ട്രാവൽ എന്ന ഇൻസ്റ്റാ പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നോർത്തിലേക്ക് എൻ്റെ ആദ്യ യാത്ര, അതും മോട്ടോർ വ്ളോഗ് അഡ്വഞ്ചറിന് പറ്റുന്ന ഒരു ടെറൈനിലേക്കുള്ള ആദ്യ യാത്ര. അതാണ് ലഡാക്ക് ഞങ്ങളെ ചൂസ് ചെയ്യാനുള്ള കാരണം. ലഡാക്ക് യാത്ര 6 ദിവസത്തെ പാക്കേജാണ് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്. 24,000 ആണ് ഈ പാക്കേജിൻ്റെ റേറ്റ് വരുന്നത്. ഇൻക്ലൂഡായിട്ട് ലക്ഷറി റൂമും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറുമാണ് പാക്കേജിലുള്ളത്. അതിന് കൂടെ യാത്ര ചെയ്യാൻ അഡ്വഞ്ചർ ട്രിപ്പിന് യോജ്യമായിട്ടുള്ള ഹിമാലയൻ 411 ആണ് പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. കാലിക്കറ്റിൽ നിന്ന് ഇൻഡിഗോ വഴി ഡൽഹിയിലേക്കും, ഡൽഹിയിൽ നിന്ന് സ്പേസ് ജെറ്റ് വഴി ലേ എയർപോർട്ടിൽ ഇറങ്ങും. മിലിറ്ററിൻ്റെ കൺട്രോളിലുള്ള ലേ എയർപോർട്ട് വഴി നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ ഇവിടുത്തെ ഗൈഡ് നമ്മളെ വെൽക്കം ചെയ്യും. ഫസ്റ്റ് ഡേ നേരിട്ട് പാക്കേജിലുള്ള റൂമിലേക്ക് വന്ന് ഫുൾ റെസ്റ്റ് എടുക്കുക. കാരണം ഇവിടുത്തെ ക്ലൈമറ്റുമായി നമ്മൾ പൊരുത്തപ്പെടാണ്ട്. ഈവനിങ്ങിൽ നമുക്ക് ബൈക്കുകളൊക്കെ പരിചയപ്പെടുത്തും. 411 ബൈക്കാണ് നമുക്ക് പാക്കേജിലുള്ളത്. തരുന്ന ബൈക്കുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. വലിയ ഡെൻറ്റോ സ്ക്രാച്ചോ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വീഡിയോ എടുത്ത് വെക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കേറ്റ് ചെയ്ത് പോരുമ്പോൾ ബൈക്കുകളൊക്കെ അവർ ചെക്ക് ചെയ്യും. അതിൻ്റെ ഒരു സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് വീഡിയോ ഫോട്ടോസ് നമ്മൾ എടുത്തു വെക്കുന്നത്. 411 ബൈക്ക് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് 450 വേണമെങ്കിൽ പാക്കേജിൽ ഉൾപ്പെടുത്താം. അഡീഷണൽ 1000 rupees പെർ ഡേ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഓൺ ബൈക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. സേഫ് എക്സ്പ്രസ് വഴി കൊണ്ടുവരാം. കുറച്ച് ടാസ്ക്കാണ്, 7500-8000 രൂപയൊക്കെ ചിലവ് വരും. പക്ഷേ ഈ പാക്കേജിൻ്റെ കൂടെ കിട്ടുന്ന ഹിമാലയൻ 411 ആയിരിക്കും ബെറ്റർ എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇവർ എല്ലാ ടെറയിലും നമുക്ക് ഒരുപാട് അഡ്വഞ്ചർ ചെയ്യാണ്ട്.
നമ്മുടെ ബൈക്കിൻ്റെയൊക്കെ പാർട്സ് ഊരിപ്പോകും കുറേയൊക്കെ. അപ്പോൾ ഇവരിതാണെങ്കിൽ ബൈക്ക് എല്ലാ ദിവസവും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് ഇവർ തരുന്ന 411 ആയിരിക്കും ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ്. ഒരു പ്രാവശ്യം ലഡാക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പിന്നീട് നമ്മുടെ ഓൺ ബൈക്ക് കൊണ്ടുവന്ന് ഇവിടെ റൈഡ് ചെയ്യുമ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ബൈക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് ഫുൾ ഇൻസ്ട്രക്ഷൻസ് തരും ടീം ഗൈഡ്. ഓഫ് പുള്ളിക്കാരന് കാലെത്താത്ത ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കണം എൻ്റെ V-Strom ആണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യും എന്നാണ് ആലോചിക്കണേ. V-Strom ഇതിലായിട്ടാണ്, പക്ഷേ ഇത് 411 ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ കേട്ടോ. ഫൂട്ട് നമുക്ക് കറക്റ്റ് നിലത്ത് വെക്കാം. എൻ്റെ V-Strom ഫൂട്ട് കറക്റ്റ് എത്തില്ല, എനിക്ക് എത്തില്ല. പക്ഷേ 450 നല്ല ഹൈറ്റാണ്. V-Stromൻ്റെ ഹൈറ്റ് വരുന്നുണ്ട്. കണ്ണൊക്കെ ചോദിച്ച് ഒരു പോലായിട്ടുണ്ട്. പറഞ്ഞല്ലോ ഇവിടുത്തെ ക്ലൈമറ്റ്. അപ്പോൾ പിന്നെന്തോ പെട്രോളൊക്കെ ഉണ്ടോണ്ട് ഓഫാണ് പെട്രോള്. യാത്ര മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നമ്മളെ കയ്യിൽ കുറേ ആക്സസറീസ് ഉണ്ടാക്കുക, അതൊക്കെ വീണ് പോകുന്നുള്ള ടെൻഷനുണ്ട്. കാരണം ഇതിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള ഇവരെ ബൈക്കാണല്ലോ, ഇതിമൊന്നും സെറ്റിങ്സ് ഇല്ല. 411 ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ചാർജിങ് പോർട്ട് വരെയുള്ള നമ്മളിപ്പോൾ ഈ ഡ്രോണൊക്കെ മറ്റേ ഗോപ്രൊക്കെ ഒന്ന് ചാർജ് ചെയ്യണമെങ്കിൽ തന്നെ ഭയങ്കര റിസ്ക്കാണ്. പിന്നെ നമ്മളെ നാളത്തൊക്കെ ട്രെയിനിന് നമ്മളെ കൂടെ ഇവരെ ബാക്കപ്പ് വാൻ ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്ത് പോകാം എന്ന് പറയുന്നു. എൻ്റെ V-Stromൽ നമ്മൾ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചാർജിങ് അതിലൊരു ചാർജിങ് പോർട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞല്ലോ ഇവിടെ അഡീഷണൽ 450 പുതിയ മോഡലുണ്ട്. 450 ഹിമാലയ പുതിയ മോഡലുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് തരാണെങ്കിൽ അതിന് 1000 രൂപ പെർ ഡേ അഡീഷണൽ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ആ പാക്കേജിലുള്ള ചാർജ് ആയതുകൊണ്ട് നമുക്ക് വേറെ ചാർജ് ഇതിന് വേണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബൈക്ക് എടുക്കുമ്പോൾ കണ്ടല്ലോ, നമ്മൾ ബൈക്ക് എടുക്കുമ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ച്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിവേ എന്തെങ്കിലുമൊക്കെ ഒരു യാത്രയിൽ ചെറിയ സ്കിഡോ കാര്യങ്ങൾ വീണ് കഴിഞ്ഞാൽ ബൈക്കിന് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ അതൊരു ഇഷ്യൂസാണ്. ഗോപ്രോയിൽ നമ്മളൊരു ബൈക്ക് മോട്ടോർ വ്ളോഗ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ബൈക്ക് മോട്ടോർ വ്ളോഗ് ചെയ്തിട്ടില്ല, അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റാണ് ചെയ്യുന്നത്, ഇതുവരെ നമ്മൾ ചെയ്തൊരു ഐഡിയ ഇല്ല. എൻ്റെ ബൈക്ക് ഓക്കെ അല്ലേ? എനിവേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ്. പക്ഷേ ഈ ക്ലൈമറ്റിൽ നമ്മളെ സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആവും. നമ്മൾ വേണ്ട സ്കിൻ പ്രൊട്ടക്ഷനും ക്രീമും കാര്യങ്ങളൊക്കെ എപ്പോഴും കരുതി വെക്കണം. വന്ന വഴി മറന്നാൽ പെട്ടുപോയി. വന്ന വഴി മറക്കാതിരിക്കാൻ മതി. ഇവരെ ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുമ്പിൽ സായിദ് ബ്രോ ഉണ്ട് ഗൈഡായിട്ട്. ഇന്ന് നോർമലി നമ്മൾ പരിചയപ്പെട്ട ഗൈഡിൽ നമ്മുടെ എറണാകുളത്തുള്ള മാഹിൻ ബ്രോനെ ഗൈഡ് ബുക്കിംഗ് ചെയ്ത്, അതായത് ടൂർ പാക്കേജ് ബുക്ക് ചെയ്ത്. നമ്മുടെ കൂടെ മാഹിൻ ബ്രോ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഒരു മലയാളി ആയിട്ടുള്ളത്. പക്ഷേ മാഹിൻ ബ്രോ ഇല്ല. എനിക്ക് പിന്നെ ഹിന്ദി സംസാരിക്കണത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. പക്ഷെ കൂടെ ഉള്ളവർക്ക് ഹിന്ദി കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ മുമ്പിൽ പോകുന്ന ഈ ഫാമിലി അവൻ്റെ വൈഫ് യു എസിലാണ് വർക്ക് ചെയ്യണത്. ഇപ്പോൾ വെക്കേഷന് ഈ ട്രിപ്പ് അടിക്കാൻ വേണ്ടി വന്നതാണ്. ഹസ്ബൻഡ് നമ്മുടെ ഈ ഫ്രണ്ട് ഈ വൈഫിൻ്റെ അടുത്തേക്ക് പോകാൻ എന്തോ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്ര തുടങ്ങിയിട്ട് ചേട്ടാ, സ്റ്റാർട്ടിംഗ് ആണ്. ഇതിപ്പോൾ ഒന്ന് ലോക്കൽ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യുക. നമുക്ക് ഇവിടുത്തെ ഒരു സിം എടുക്കണം. പോസ്റ്റ് പെയ്ഡ് സിം എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലോക്കലായിട്ട് കോൾ വിളിക്കാനുള്ളൂ. കാരണം ഇവിടെ ആകെ പെട്ട് പോകും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ BSNL പോസ്റ്റ് പെയ്ഡ് എടുത്ത് പോരാണ് പോസിബിൾ ഏറ്റവും നല്ല ഓപ്ഷന്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂട്ട് മാപ്പൊന്നും അറിയാത്ത കാരണം കൊണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമൊക്കെ മറന്നു പോകും. കാരണം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. പിന്നെ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്യാൻ നമുക്കിവിടെ പ്രത്യേകിച്ച് ഈ ബൈക്കിൽ മൗണ്ട് ചെയ്യാനുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ ചാർജ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇതിലില്ല. അപ്പോൾ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നുന്നത്. നമ്മുടെ ബൈക്കാണെങ്കിൽ നമ്മളെല്ലാം ഫുൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ വരുള്ളൂ. ഇവരിപ്പോൾ എവിടേക്ക് പോയി? എവിടെ? നമ്മൾ കൂടെയുള്ള ടീം ഇപ്പോൾ അടിച്ച് മിന്നി പോയല്ലോ, നമ്മൾ പെട്ടു.
എവിടെ പോയി? ആ കിടക്കണൊരു മുതൽ മോനെ, GS ആണ്, GS 1250 മോനെ. ഇതൊക്കെയാണ് കിട്ടേണ്ടത്. അവിടെ ഉണ്ട് പെട്ടിട്ടില്ല. ഗേട്ട് സൂപ്പറാ, നമ്മളെ വെയിറ്റ് ചെയ്ത് നിന്നു. ഷഫീഖ് വാ, കമോൺ. हो गया? आप नहीं है? हाँ हाँ ओके. ആ അവിടെ ലെഫ്റ്റിലാണ് പറഞ്ഞത്. ആ ബൈ ആപ്പ് നീ ആകെ സത്യത്തിൽ ഗൈഡ് ഇന്ന് നമ്മൾ കൂടെ പോരുന്നില്ല. മാർക്കറ്റിൽ നമ്മളെ പോയി കണ്ടെത്തണം. പറഞ്ഞ കാര്യങ്ങളൊന്നല്ല സംഭവിക്കുന്നത് എന്ന് ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്നാലും വന്ന വഴി ഓർമ്മയില്ല, വന്ന വഴി മറന്നു. ഓക്കെ ആ ഗൈഡ് നമ്മൾ കൂടെ പോരുന്നുണ്ട്. ഇവിടെ ഫുള്ള് സത്യത്തിൽ വിദേശികൾ കേട്ടോ. ഇംഗ്ലീഷുകാരെ ചാകരമാണ്. എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലഡാക്ക് എയർപോർട്ട് ചെറിയൊരു എയർപോർട്ടാണെങ്കിലും എത്ര ഫ്ലൈറ്റാണ് വന്നിറങ്ങുന്നത്. വന്ന ഫ്ലൈറ്റിൽ ഒരു സീറ്റ് പോലും ബാക്കിയില്ല. അതാണ് രസം, ഒറ്റ സീറ്റ് ബാക്കിയില്ല. ഫുള്ള് ടൂറിസ്റ്റ്. അതിലിപ്പോൾ യൂറോപ്യൻസ് ഉണ്ട്, ആഫ്രിക്കൻസ് ഉണ്ട്, എല്ലാവരും വരുന്നുണ്ട്. എക്സ്പ്ലോർ അത്രയും വൈബായിട്ടുള്ള സ്ഥലമായിരിക്കും തോന്നുന്നു. അതാ ഭായ് ഇതർ പാർക്ക് സക്തേ ഭായ് പറഞ്ഞ പിന്നെ ഓക്കെ. നമ്മൾ ഇവിടെ പാർക്ക് ചെയ്ത് ലേ മാർക്കറ്റിലാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. ഇത് ഇവിടുത്തെ ലോക്കൽ പർച്ചേസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഏരിയയാണിത്. ഇതാണ് ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റ്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് പാസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. മിലിറ്ററി ഉണ്ടാവും, ഫുൾ ടൈം മിലിറ്ററിൻ്റെ അണ്ടർ കൺട്രോളായിരിക്കും. ടൊമാറ്റോക്ക് വരുന്നത് 1 കിലോ 100 രൂപ. അതുപോലെ തന്നെ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ലില്ലിപ്പൂവിന് വരുന്നത് 100 രൂപയാണ്. മെയിനായിട്ട് ഉപയോഗിക്കുന്ന എല്ലാവരും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും വന്ന് ലില്ലിപ്പൂവ് കളക്ട് ചെയ്യുന്നത്. നല്ല ബ്രീത്തിങ്ങിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. അതിന് പുറമെ ഏറ്റവും കൂടുതൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യുക ഇവിടെ സിം എടുക്കാനാണ്. സിം എടുക്കാനും ഭയങ്കര തിരക്കാണ്. ജിയോൻ്റെ സിമ്മാണ് എടുക്കുന്നത്. ജിയോ എയർടെലാണ് ഇവിടെ സിം റേഞ്ച് ഉള്ളത് പറഞ്ഞപ്പോൾ ജിയോ എടുത്തു. 500 രൂപയാണ് സിമ്മിൻ്റെ റേറ്റ് വരുന്നത്. ആധാർ കാർഡാണ് പ്രൂഫായിട്ട് കൊടുക്കേണ്ടത്. ഡെയിലി ഡാറ്റ 1.5 GB, അൺലിമിറ്റഡ് കോളുമാണ് 1 മന്ത് പ്ലാൻ വരുന്നത്. ലേ മാർക്കറ്റ് ഒരു കളർഫുൾ മാർക്കറ്റാണ്. നമ്മളീ കാണുന്ന ഈ പള്ളി ഉണ്ടല്ലോ, അതൊക്കെ ഒരു ഗോൾഡൻ തീമിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിലും ഒരു ഗോൾഡ് കളറിൽ ഒരു വുഡ് പാറ്റേണാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മലയാളി ഫുഡ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഫുഡും ഒക്കെ നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ഫുഡാണ്. നോർത്ത് ഇന്ത്യൻ ഫുഡായാലും കോണ്ടിനെൻ്റൽ ഫുഡായാലും ചൈനീസ് ഫുഡായാലും ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡായാലും ഒക്കെ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുക. ഈ മാർക്കറ്റ് ഈവനിങ്ങിൽ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ലോകത്തിലുള്ള എല്ലാ സ്ഥലത്തു നിന്നും ടൂറിസ്റ്റുകൾ ഒരു ഫ്രെയിമിൽ കാണുമ്പോൾ പ്രത്യേക കളർഫുള്ളാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഭയങ്കര ഹെഡ് ഏക്ക് ഉണ്ട്. ഇനി റൂമിൻ്റെ ലൊക്കേഷൻ ഇല്ല, നേരെ പോവുക. ഔട്ടടിച്ച് വരണം. 1 വേ ആണ് ഇവിടെ. 16 ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് കേട്ടോ. നല്ല ഭയങ്കര തണുപ്പ് കാണാനില്ല, നല്ലൊരു ക്ലൈമറ്റ്. പക്ഷേ കൂട്ടത്തിൽ വന്ന എല്ലാവർക്കും ഹെഡ് ഏക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഹെഡ് ഏക്ക്. കുറേ വിക്സ് ഒക്കെ, ടൈഗർ ബാം വിക്സ് ഒക്കെ പുരട്ടി ഒക്കെ നോക്കും, ചെറിയ ആശ്വാസം കിട്ടും. പക്ഷേ വീണ്ടും അതേ സ്ഥിതി തന്നെ വരുന്നത്. എന്തായാലും കുറച്ച് റിസ്ക് തന്നെയാണ് സംഭവം. ഞാൻ ഒരു കാര്യം ആലോചിച്ചിട്ടോ, നമുക്ക് തന്നെ ഇവിടെ ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ നമ്മളെ നാട്ടിലത്തെ ക്ലൈമറ്റിൽ നിന്ന് നമ്മൾ ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ബ്രീത്തിങ് ശരിക്കും നല്ല എഫക്റ്റ് ചെയ്യും. അത് ഭയങ്കര പ്രോബ്ലം തന്നെ കേട്ടോ. കാരണം നമുക്ക് തന്നെ ഇവിടെ ശരിക്കും പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അതിനാണെന്ന് തോന്നുന്നു ഇവിടെ വന്ന ആ ഒരു ദിവസം ഉണ്ടല്ലോ, ഫുള്ള് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആ റെസ്റ്റ് എടുക്കാൻ കാരണം ഇവിടുത്തെ ക്ലൈമറ്റുമായി നമ്മൾ ഒന്ന് മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടയർഡായി. കൂടുതൽ പരിചയമില്ലാത്ത ക്ലൈമറ്റ്, ഇതാണ് പ്രോബ്ലം. ടൂറിസ്റ്റുകളുടെ വരവ് കാരണം കൊണ്ട് തന്നെ രാത്രി ഒക്കെ ഫുൾ ആക്റ്റീവാണ്. മാർക്കറ്റൊക്കെ ഫുൾ ആക്റ്റീവാണ്.
സാധനങ്ങൾക്കൊക്കെ നല്ല റേറ്റ് കേട്ടോ. നമ്മൾ ചെറിയ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇപ്പോൾ നോർമലായിട്ട് ഇപ്പോൾ എല്ലാവരും ട്രെയിനിന് ഉപയോഗിക്കുന്ന ആ കോട്ട് 100 രൂപ അല്ലെങ്കിൽ 70 രൂപ മാക്സിമം. 100 രൂപയാണ് ഒട്ടുമിക്ക കടയിൽ നമ്മുടെ നാട്ടിൽ കിട്ടുക. 70 രൂപക്കും കിട്ടുന്നുണ്ട്. പരിചയ കടയിൽ നിന്നൊക്കെ നമുക്ക് 70 രൂപയൊക്കെ കിട്ടുന്നുണ്ട്. അതിനിവിടെ 300 റുപ്പീസാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ പ്രൈസിന് നല്ല മാറ്റമുണ്ട്. പക്ഷേ ഫുഡ് വെറൈറ്റി ഫുഡുകളാണ്. ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡും ചൈനീസ് ഫുഡും ഒക്കെ ഉണ്ട്. അത് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടാണ് ഫുഡ് കിട്ടുന്നത്. ഫുഡ് അവർ കൊടുക്കുന്നത് ആ ഒരു കാര്യം എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ ഇവിടെയൊക്കെ വരുമ്പോൾ നല്ലപോലെ പഠിച്ചു വരാം. ഞങ്ങളിപ്പോൾ ഈ വന്നിട്ട് പറഞ്ഞാൽ ആർക്കും ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഫസ്റ്റ് ടൈം ലഡാക്ക്. അപ്പോൾ പരിചയമില്ലാത്തൊരു കുറവ് നല്ല ഫീലിംഗാണ്. സ്ഥലം ഗൈഡ് കൂടെ എപ്പോഴും ഉണ്ടാവില്ല. കാരണം ഇന്ന് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റ് വിസിറ്റ് ചെയ്യുക, ഇതാണ്. പിന്നെ റെസ്റ്റ് എടുക്കുക എന്നാണ് ഇന്നത്തെ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷനിലുള്ളത്. നാളെയാണ് ഏകദേശം 145 കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്യാണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഡയറക്റ്റ് റൂം പോവുക, വീണ്ടും ഫ്രഷ് ആവുക, ഡിന്നർ കഴിക്കുക, ഉറങ്ങുക. നാളെ പറഞ്ഞ മാതിരി അടുത്ത ലൊക്കേഷനിലേക്ക് നാളെ പോകും. അത് വേറൊരു എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്യണം. ഇത് ഓരോ നോർമൽ മറ്റേ ഇതാണല്ലേ, മറ്റേ കാറാണല്ലേ ഇത്. അതായത് കർവ്, ടാറ്റിൻ്റെ കർവ്. അത് മൂടി മറച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് പോകണമല്ലോ. ലോഞ്ചിങ് ആയിട്ടുണ്ടറിയില്ല. ബുക്കിംഗ് സ്വീകരിക്കൽ തുടങ്ങിയിട്ടുണ്ടോണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഒരു പ്രാവശ്യം വരുമ്പോഴൊന്നും നമുക്ക് ലഡാക്കിനെ പറ്റി ഒന്നും അറിയില്ല. അല്ലെങ്കിൽ ട്രാവൽ ഗൈഡ് നമ്മളെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ ആരെങ്കിലും വേണം. മുൻകൂട്ടി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി വൈബായിരിക്കും. ഇത് നമുക്ക് യാതൊരു വിധ പരിചയമില്ല. അപ്പം അങ്ങനെ ശരിക്കും ലഡാക്കിനെ പറ്റി പഠിച്ച് വരികയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എന്തായാലും നാളെ എക്സ്പ്ലോർ നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് പഠിച്ചതിന് ശേഷം രാവിലെ 10:30 10:30 മോർണിംഗിനാണ് നാളത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 145 അങ്ങോട്ടും 145 ഇങ്ങോട്ടും വരാണ്ട്. അപ്പോൾ അത്യാവശ്യം ടൈം എടുത്തുള്ള യാത്രയായിരിക്കും നാളെ.